പാകിസ്ഥാന്റെ പ്രതിരോധ മേധാവിയായി ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇന്ത്യക്ക് നേരെ ഭീഷണി സന്ദേശവുമായി പാക് ഫീൽഡ് മാർഷൽ അസീം മുനീർ. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വേഗതയേറിയതും കഠിനവും തീവ്രവുമായ തിരിച്ചടിയുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന്റെ പുതിയ പ്രതിരോധ സേനാ മേധാവിയായി ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു അസീം മുനീറിന്റെ ഭീഷണി. ഏതെങ്കിലും ആക്രമണമുണ്ടായാൽ പാകിസ്ഥാന്റെ പ്രതികരണം ഇതിലും വേഗതയുള്ളതും തീവ്രമായിരിക്കില്ല എന്ന മിഥ്യാധാരണ ഇന്ത്യ വെച്ചു പുലർത്തരുതെന്ന് അസീം മുനീർ പറഞ്ഞു. കഴിഞ്ഞയാഴ്ചയാണ് മുനീർ പാകിസ്ഥാന്റെ 3 പ്രതിരോധ സേനകളുടെയും മേധാവിയെന്ന പുതിയ സ്ഥാനം ഏറ്റെടുത്തത്. പാകിസ്ഥാൻ സമാധാനപരമായി മുന്നോട്ടു പോകുന്ന രാജ്യമാണെന്നും അതേസമയം രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയോ പരമാധികാരത്തെയോ പരീക്ഷിക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്നും മുനീർ വ്യക്തമാക്കി. സായുധ സേനാംഗങ്ങളോട് സംസാരിക്കവെയായിരുന്നു മുനീറിന്റെ പ്രകോപനപരമായ പരാമർശം. ചടങ്ങിൽ പാകിസ്ഥാന്റെ കരസേന, നാവികസേന, വ്യോമസേന വിഭാഗങ്ങളിൽ നിന്നുള്ളവർ മുനീറിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. പുതിയതായി സ്ഥാപിച്ച പ്രതിരോധ സേന ആസ്ഥാനം ചരിത്രപരമായ മാറ്റത്തിന്റെ പ്രതീകമാണെന്നും മുനീർ പറഞ്ഞു. വളരുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഭീഷണികളെ അഭിമുഖീകരിക്കുമ്പോൾ 3 സേനകളുടെയും ഏകീകൃത സംവിധാനത്തിന് കീഴിൽ ബഹുമുഖ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓരോ സേനയും അവരുടെ പ്രവർത്തന സന്നദ്ധത നിലനിർത്തുമെന്നും പ്രതിരോധ സേനാ ആസ്ഥാനം സേനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു, നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് എന്നിവരടക്കം 3 സായുധ സേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം ജനാധിപത്യവും പാകിസ്ഥാനും ഒരുമിച്ചു പോകില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അതിർത്തിക്കപ്പുറത്തെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് പറഞ്ഞ ജയ്സ്വാൾ ജനാധിപത്യവും പാകിസ്ഥാനും ഒരുമിച്ചു പോകില്ലെന്നും അതിനാൽ കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാനിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ അന്തരീക്ഷം, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനോടുള്ള പാക് സമീപനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. നിരപരാധികളായ അഫ്ഗാൻ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ അഖണ്ഡത, പരമാധികാരം, സ്വാതന്ത്ര്യം എന്നിവയെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് പാക് അഫ്ഗാൻ സംഘർഷത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി.